നമ്മളങ്ങനെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നു. ഇവിടെ അടുത്ത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ. എന്നിട്ട് അവിടെ വന്ന് ഫുഡ് കഴിച്ചു. അതിന് ശേഷം നമ്മളിവിടെ നിന്ന് തിരിച്ച് റൂമിലോട്ട് പോകണം. ഇനി ഭയങ്കരമായ ബെല്ലടി, മണിയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ നടന്നിങ്ങനെ ഇറ്റലിയിലെ ആ ഒരു മിലാനിലെ ഒരു ലോക്കൽ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു സംഭവം കണ്ടു. സി കാളി, ദ ബ്ലാക്ക് മദർ. പിന്നെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഇവിടെ ഒരു അടിപൊളി പള്ളിയുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കിടിലം പള്ളി. ഭയങ്കര സൗണ്ട് അവിടുത്തെ മണിയടിയുടെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈവനിങ്ങിൽ ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ ഇങ്ങനെ നടക്കുവാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു 14 ഡിഗ്രി. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, സൂപ്പർ ക്ലൈമറ്റ്. നമ്മളിപ്പം ഈവനിങ് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം റോ എന്ന് പറയുന്ന ഇറ്റലിയിലെ സിറ്റിയാണ്. അതെ, അവിടെ എല്ലാം കണ്ടോ. ഇവിടെ മോസ്റ്റ്ലി ഈ ബക്കാലകളെല്ലാം നടത്തുന്ന ബംഗ്ലാദേശികളാണ്. മോസ്റ്റ് ഓഫ് ദ ബക്കാലാസ് എല്ലാം റൺ ചെയ്യുന്നത് ബംഗ്ലാദേശികളാണ്. അവരെല്ലാം ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിട്ട് അവർ പല പല കടകളിൽ നിന്നും എടുത്തും അവസാനം ആ കട അവർ സ്വന്തമാക്കി അവരാണ് റൺ ചെയ്യുന്നത് 24/7. ഒന്നാലോചിച്ച് നോക്കിയേ, ഇറ്റലിയിൽ കണ്ടമാനം ഇല്ലീഗൽ ഇമിഗ്രൻസ് ഉണ്ടെന്നുള്ളതാണ് ബംഗ്ലാദേശികൾ. അവർ വളരെ ലോങ് ടൈമായിട്ട് ഇവിടെ വന്ന് കിടന്നിട്ട് അവരിവിടെ സിംഗിളായിട്ട് വന്ന് കിടന്ന് ഇപ്പോഴും പേപ്പറൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ബംഗ്ലാദേശികൾ ഉണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ എയർബിഎൻബി റൂമിൻ്റെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ നടന്ന് വന്നതാണ്. യെസ്, ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വില നമുക്കിവിടെ കാണാം. കണ്ടോ, 1,10,000 യൂറോ. അതായത് നിയർ അബൌട്ട് 2,29,000 യൂറോയുടെ അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 3,49,000 ഉണ്ട്, 99,000 ഉണ്ട്, 1,40,000 ഉണ്ട്, 3,89,000 ഉണ്ട്, 1,29,000 ഉണ്ട് അപ്പാർട്ട്മെൻറ്റുകൾ. അതിൻ്റെ അർത്ഥം 1,29,000 എന്ന് പറയുമ്പോഴത്തേക്കും 3 ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും 1.2 മില്യൺ. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇപ്പോൾ അവർ ഓൾറെഡി ക്ലോസ് ആയിട്ടില്ല, ഉണ്ട്. നമ്മളങ്ങനെ ഇവിടുത്തെ ഒരു സർക്കിളിൽ വന്നു. ഇതാണ് റോയിലെ ഒരു ടൗൺ സർക്കിൾ. ഇതാണ് പള്ളി, മുമ്പേ ബെല്ലടിച്ച പള്ളി ഇതാണ്. ബ്യൂട്ടിഫുൾ. യൂറോപ്പിലൊക്കെ ഇതുപോലത്തെ ഒരു സർക്കിൾ കാണും ഓരോ ടൗണിലും. ആൾക്കാരെല്ലാം വന്നിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ സെൻട്രൽ ടൗണാണ് ഈ കാണുന്നത്. ഇവർ ഒരു 7 മണിയാകുമ്പോൾ എല്ലാം അടയ്ക്കും. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മൊത്തം അടവാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ തുറന്നിരിക്കുമായിരിക്കും ഒരു 7 മണി വരെ. 9 മണി വരെ കാണും. കാര്യം ഇവിടെ യൂറോപ്പിലൊക്കെ മോസ്റ്റ്ലി 8 മണിയാകുമ്പോൾ അടയ്ക്കില്ലേ? അല്ല, കുറച്ചുകൂടെ നേരം തുറന്നിരിക്കും. ഓരോ കടകൾ കണ്ടോ. ഇതാ ഇവിടെ എയർ ഫ്രയറൊക്കെ ഇരിക്കുന്ന കട. നമ്മുടെ ഡൊമസ്റ്റിക് ഐറ്റംസാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. കടയുണ്ട്, കഫേയാണ്. ഇതാണ്ട ഇവിടെ നല്ലൊരു കഫേ ഉണ്ട്. ഇവിടെ ഒരു സുഷി കണ്ടു. നമ്മളങ്ങനെ ഈ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. തണുപ്പെന്ന് പറയുന്ന ഒരു 13 ഡിഗ്രി. ബ്യൂട്ടിഫുൾ ക്ലൈമറ്റ്. വളരെ നൈസ് റെസ്റ്റോറൻറ്റുകളും വളരെ ശാന്തമായ ഒരു സ്ട്രീറ്റും. യൂറോപ്പിൻ്റെ ഒരു ടിപ്പിക്കൽ ടൈപ്പ് യൂറോപ്പിലെ ഒരു ടൗണിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത് ഇറ്റലിയിൽ. ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഒരു 198% നമുക്ക് ഇറ്റാലിയൻസിനെ മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അറബ്സിനെ കാണാം. വളരെ കുറവാണ്. അവിടെ 2 അറബ്സ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ബംഗാളികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ചെറിയ ഷോപ്പുകളൊക്കെ കാണാം. അങ്ങനെ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇറ്റലിയിലെ ഓരോ ഗല്ലികൾ
നടന്ന് 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 നമ്മളിങ്ങനെ കറങ്ങുകയാണ്. നൈറ്റ് ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ നൈറ്റ് സഫാരി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരികെ വീട്ടിലോട്ട് പോവാണ്. നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തി. പക്ക ഇറ്റാലിയൻ ഗ്രാമങ്ങൾ, സിറ്റിയിലെ ടൗൺഷിപ്പ് ഗ്രാമങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ബായ്.